ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 119. നമ്മളിപ്പം 49ാമത്തെ ഉപനിഷത്തായിട്ട് ഭാവനോപനിഷത്താണ് നോക്കുന്നത്. ഇത് 12ാമത്തെ ഭാവന. ഇതിൽ ശിവയോഗിയുടെ ലക്ഷണങ്ങൾ എല്ലാമാണ് പറയുന്നത്. ഇതിൽ പൂജയെപ്പറ്റി പറയുന്നുണ്ട്. പൂജ എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതം ഒരു കാര്യത്തിന് വേണ്ടി അർപ്പിക്കുക, അതാണ് പൂജ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ജീവിതത്തിൽ 2 വഴികളുണ്ട്. ഒന്ന് ഭൗതിക വഴി, മറ്റേത് ആത്മീയ വഴി. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്. ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം ഒരു സുന്ദരമായ ലോകമുണ്ടാക്കുകയാണ് 4 ഘട്ടങ്ങളിലൂടെ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതായത് ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും പുരോഗമിച്ച് പോവുകയാണ്. അവസാനം ഒരു സുന്ദരമായ ലോകം എത്തുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു നല്ല സുന്ദരമായ ലോകം എത്തിയിട്ട് പിന്നെ പൊളിക്കും, പിന്നെ ആദ്യം ഉണ്ടാക്കും. അങ്ങനെ അതാണ് ലീല എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി എന്നുള്ളതിന് ചോദ്യത്തിന് പ്രശസ്തിയില്ല. അതൊരു ലീല ബ്രഹ്മത്തിൻ്റെ. അപ്പം അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മളും ഇൻവോൾവ് ആക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് ഭൗതിക ലോകം. അപ്പം നമ്മൾ ആ ഭൗതിക ലോകത്തിൽ നമ്മളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ കർമ്മം, നമ്മളിലൂടെ ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്ത് കൊടുക്കുക. അതാണ് ആ ശക്തിക്ക് നമ്മൾ ചെയ്യാനുള്ള പൂജ. പൂജ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൗതികതയിൽ നമ്മൾ എന്താണോ ഈ പ്രപഞ്ച ലോക സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് ആ കർമ്മം ചെയ്തു കൊടുക്കുക. ലോകം മുന്നോട്ടേക്കാണ് പോകുന്നത്. പഴഞ്ചനെയെല്ലാം തള്ളിക്കൊണ്ട് പുതിയതിലേക്കാണ് ലോകം കുതിക്കുന്നത്. ഇപ്പം കാലത്തെ പിന്നോട്ടേക്ക് വലിക്കാതെ കാലത്തോടൊപ്പം മുന്നോട്ടേക്ക് നീങ്ങുക. പഴഞ്ചനെയെല്ലാം കളഞ്ഞുകൊണ്ട് പുതിയൊരു യുഗത്തിലേക്ക് കുതിക്കുക. ആ കാലം കുതിക്കുമ്പോൾ അതിനോടൊപ്പം മുന്നോട്ടേക്ക് പോവുക. അതായത് ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുക. ആ പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളികളാവുക. അപ്പം നമ്മളെ പൂജ അർപ്പിക്കുന്നതുകൊണ്ട് നമ്മളെ ശരീരവും മനസ്സുമെല്ലാം ഈ സംഗതി മനസ്സിലാക്കിക്കൊണ്ട് അതിനായിട്ട് വേണ്ടി കർമ്മം ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ ശക്തി വിശേഷത്തിന് നമ്മളിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. പൂജ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പഴമെല്ലാം എടുത്തിട്ട് ആ ശക്തി, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ശക്തിക്ക് നമ്മളെ പണം വേണം. ഇത് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പൂജ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണോ സൃഷ്ടിച്ചത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക, നമ്മളെ കർമ്മം ചെയ്തു കൊടുക്കുക. ആ കർമ്മം എന്ന് പറയുന്നത് തന്നെ ആ ശക്തിക്ക് വേണ്ടിയല്ല, സുന്ദരമായ ഒരു ലോകമുണ്ടാകാനുള്ള കർമ്മം, ലോക പുരോഗതിയിൽ പങ്കെടുക്കുക. ആ ലോകം പുരോഗമിച്ചാലും അതിൻ്റെ ഗുണം കിട്ടുന്നത് മനുഷ്യർക്കും നമുക്കും എല്ലാമാണ്, ജീവജാലങ്ങൾക്കെല്ലാം. അല്ലാതെ ഇവിടെ ഒരു റോഡ് വെട്ടിയോണ്ട് ഈശ്വരൻ വന്നിട്ട്, ആ ബ്രഹ്മം വന്നിട്ട് കാർ ഓടിച്ചിട്ട് ഈ റോഡിലൂടെ പോകുമൊന്നുമില്ല. ഈശ്വരന് അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഫലവും നമുക്ക് തന്നെയാണ്. കർമ്മം ചെയ്യേണ്ടതും നമ്മൾ അതിനു വേണ്ടി തന്നെ, നമുക്ക് വേണ്ടി തന്നെയാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി കർമ്മം ചെയ്തു കൊടുക്കുക. ഇതാണ് പൂജ അർപ്പിക്കുക. അപ്പം നമ്മുടെ ശരീരവും മനസ്സും എല്ലാം അതിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിനാണ് ഭൗതിക ലോകത്തിലെ ജീവിതത്തിലെ പൂജ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതുകൊണ്ട് അതുകൊണ്ട് അതിന് ആ ശക്തിയിൽ അതിലൊരു താല്പര്യമില്ല. എന്നാൽ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിലെ ജോലി തീരുമ്പോൾ, നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം തീരുമ്പോൾ പിന്നെ നമ്മളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. അതുവരെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. ഓരോ ആഗ്രഹം ഉണ്ടാക്കും, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. അതിലൂടെ ലോകം പുരോഗമിക്കും. അതിന് ചിലപ്പോൾ ദൂഷ്യവശങ്ങളുണ്ടെങ്കിൽ അതിനുള്ള വഴി അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് പല ജന്മം എടുത്തിട്ട് പലപ്പോഴായിട്ട് നമ്മൾ കർമ്മം ചെയ്യേണ്ടി വരും. അങ്ങനെ പോകുന്ന പോക്കിൽ
എവിടെയെങ്കിലും വെച്ച് നമ്മളെ ജോലി തീരുകയാണെങ്കിൽ ഇനി ഈ യുഗത്തിൽ സുന്ദരമായ ലോകമുണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നമുക്കൊരു പങ്കുമില്ല എങ്കിൽ നമ്മളിൽ പിന്നെ ആഗ്രഹമുണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ വിരക്തി വരും. വിരക്തി വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ച് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോകും. ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ എല്ലാത്തിലും വിരക്തി വരും. വിരക്തി വന്നവന് പിന്നെ ഈ ലോകമായിട്ടൊരു ബന്ധമില്ല. അതാണ് ആത്മീയത. അപ്പോൾ ആത്മീയത വിരക്തി വന്നവർക്ക് ഇനിയുള്ള ജീവിതങ്ങളിൽ ഒന്നും നമുക്കൊരു കർമ്മവും ഇല്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ ആ ശക്തി തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്നതാണ് വിരക്തി. അപ്പോൾ മാത്രമേ നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആത്മീയതയിലെ പൂജ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള കാലം കഴിക്കുക. അവസാനം ഒരു ദിവസം മനസ്സിൽ അതിൽ പോയി അങ്ങ് പതിക്കും. പിന്നെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതാണ് ആഗ്രഹം ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മളെ മനസ്സ് ബ്രഹ്മത്തിൽ തന്നെ പോയി ലയിച്ചു. ശരീരം ക്രമത്തിൽ ദ്രവിച്ചു പോകും. അതായത് മരണവും ബ്രഹ്മത്തിൽ ലയിക്കലും രണ്ടും വ്യത്യസ്ത സമയങ്ങളിലാണ്. അപ്പം നമ്മളെ മനസ്സ് അങ്ങനെ ഇല്ലാതെയായി ഒന്നും ഇല്ലാതെയാവും. പിന്നെ അതേപോലെ അങ്ങനെ കുറേ കാലം കിടക്കും. അതിലിടയ്ക്ക് ഈ ശരീരം ദ്രവിച്ചങ്ങ് പോകും. അപ്പോൾ ആ സമയത്തെ നമ്മുടെ പൂജ എന്ന് പറയുന്നത് നമ്മളെ ശരീരവും മനസ്സും എല്ലാം ശരീരത്തെയെല്ലാം മറന്നുകൊണ്ട് ആ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ച് കഴിയുന്ന അവസ്ഥ. അത് വിരക്തി വന്നാലേ ഉണ്ടാവുകയുള്ളൂ. ഇനി ആ ശക്തിക്ക് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാനില്ല എന്ന് കാണുമ്പോൾ മാത്രമേ നമ്മളിൽ ആഗ്രഹം ഇല്ലാതാക്കുകയുള്ളൂ. അതോടുകൂടി നമ്മൾ വിരക്തി വരും. നമ്മൾ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അങ്ങനെയുള്ളവർക്ക് ചില യോഗകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നത് മാത്രം. അതൊന്നും എല്ലാവർക്കും ഉപദേശിക്കാൻ ഉള്ളതല്ല. എല്ലാവരെല്ലാം കർമ്മം ചെയ്യുക. അപ്പോൾ പൂജ രണ്ട് തരത്തിലായി. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് അവർ വ്യാഖ്യാനം നൽകുന്നത്. നമുക്ക് ആ സൂക്തത്തിലേക്ക് വരാം. സമസ്ത യാതായാതവർജ്യം നൈവേദ്യം അവസ്ഥാത്രയാണാമേകീകരണം താംബൂലം മൂലാധാര അതാ ബ്രഹ്മരന്ധ്രപര്യന്തം ബ്രഹ്മരന്ധ്രാദ മൂലാധാരപര്യന്തം ഗതാഗതരൂപേണ പ്രാദക്ഷിണ്യം തുര്യാവസ്ഥ നമസ്കാര ദേഹശൂന്യ പ്രമാതൃ നിമഞ്ജനം ബലിഹരണം സത്യമസ്തി കർത്തവ്യം അകർത്തവ്യം ഔദാസീന്യ നിത്യാത്മവിലാപനം ഹോമ സ്വയം തൽപാദുകാ നിമഞ്ജനം പരിപൂർണധ്യാനം ഏവം മുഹൂർത്തത്രയം ഭാവനാപമോ ജീവൻമുക്തോ ഭവതി തസ്യ ദേവതാത്മൈക്യസിദ്ധി ചിന്തിതകാരാണ്യ യത്നേന സിദ്ധ്യതി സ ഏവ ശിവയോഗീതി കഥ്യതേ കാദിഹാദി മതോക്തേന ഭാവന പ്രതിപാദിത ജീവൻമുക്ത ഭവതി യ ഏവം വേദ ഇത്യുപനിഷത്ത്. ഓം ഭദ്രം കർണേഭിരിതി ശാന്തി. വിവിധ തരം ഗമനാഗമനങ്ങളെ നിരോധിക്കലാണ് നൈവേദ്യം. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ഏകീകരണമാണ് താംബൂലം. മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെയുള്ള ഗമനാഗമനങ്ങളാണ് പ്രദക്ഷിണം. നാലാമത്തെ അവസ്ഥയെ പ്രാപിക്കൽ നമസ്കാരം. ആത്മാവ് ചൈതന്യമായും ശരീരം ജഡമായും കാണൽ ബലി. കർത്തവ്യം അകർത്തവ്യം ഉദാസീന്യം നിത്യാത്മകത്വം വിലാപനം എന്നിവ യജ്ഞഹോമം. പരബ്രഹ്മപാദത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ ധ്യാനം. പൂജാവിധിയുടെ ഭാഗമാണ് ധൂമം, ദീപം, നൈവേദ്യം, അർഘ്യം, പാദ്യം എന്നിവ. അവയുടെ സ്ഥാനത്ത് മുകളിൽ പറയുന്ന വിധം സങ്കല്പിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടുക. ഇതാണ് സാധന. ഇപ്രകാരം
പരബ്രഹ്മ സാക്ഷാത്കാരം നേടിയവനാണ് ശിവയോഗി. ഈ ഭാവനയിലൂടെ അവൻ ജീവൻ മുക്തനാകുന്നു. ഓം ഭദ്രം കർണേഭിഃ. വിവിധതരം ഗമനാഗമനങ്ങളെ നിരോധിക്കലാണ് നൈവേദ്യം. നൈവേദ്യം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭൗതിക ജീവിതത്തിലാണെങ്കിൽ നമ്മളുടെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ ശരീരവും മനസ്സും എല്ലാം അതിനു വേണ്ടി പ്രവർത്തിക്കുക. പക്ഷേ ഇതിപ്പം ആത്മീയതയിലേക്ക് തിരിയുന്നവരാണെങ്കിൽ നമ്മുടെ എല്ലാ ശരീരവും പ്രവർത്തനങ്ങളുടെയും പ്രവർത്തനം, മുന്നോട്ടേക്കുള്ള പ്രയാണം നിരോധിക്കുക. അതായത് ചിന്തിക്കാൻ പാടില്ല, ഒന്നും കാണേണ്ട ആവശ്യമില്ല, കേൾക്കേണ്ട ആവശ്യമില്ല, ഈ ലോകമായിട്ട് ഒരു ബന്ധവുമുണ്ട്. ചലിക്കാതിരിക്കാൻ ഇവിടെ ഗമനം എന്ന് പറയുമ്പോൾ ചലിക്കുക എന്നതല്ല, ചലിക്കാനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എന്ത് വേണം, നമ്മളിങ്ങനെ എല്ലാം വിട്ടിട്ട് അങ്ങനെ നടക്കണം. എവിടെയെങ്കിലും പോയി സുഖിച്ചിട്ട് അങ്ങനെ ഇരിക്കാനും പാടില്ല. ഇരിക്കുക എന്ന് പറയുന്നത് ഒരു സുഖം അനുഭവിക്കുന്ന കാര്യമാണ്. സുഖിച്ചങ്ങനെ ഇരിക്കുക അതും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടന്നു കൊള്ളണം, കാറ്റും പുറത്ത് നടക്കുക. അതേസമയം ഒരു ലക്ഷ്യം വെച്ചിട്ട് നടക്കാനും പാടില്ല. എന്നാൽ പിന്നെ ഇന്ന് പാളയത്ത് പോവുക, ഇന്ന് ബീച്ചിൽ പോവുക, അങ്ങനെ ആദേശയിലേക്ക് അങ്ങനെയൊന്നും പാടില്ല. തോന്നുന്ന പോലെ അങ്ങനെ അങ്ങ് നടന്നു പോകുക. അപ്പം നടക്കാൻ പാടില്ല. ഗമനാഗമനം എന്ന് പറഞ്ഞാൽ എല്ലാം വിവിധ തരം നമ്മളെ ചിന്തകളെ എല്ലാം നമ്മൾ നിരോധിക്കുക. ഇതിനാണ് നൈവേദ്യം അർപ്പിക്കുക. ആ ശക്തിക്കായിട്ട് നമ്മൾ ഇതെല്ലാം അർപ്പിച്ചു കൊടുക്കുക, നമ്മളെ തന്നെ അർപ്പിച്ചു കൊടുക്കുക. പിന്നെ നമുക്കൊന്നും നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, ഒരു കർമ്മവും ബാക്കിയില്ല. ഇനി അടുത്തത് പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഏകീകരമാണ് താമ്പൂലം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ഏകീകരിക്കുക. അപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരവും ഏകീകരിപ്പിച്ചാൽ എവിടെ നിന്നാണ് വന്നത് അവിടത്തേക്കാണ് പോവുക. നമ്മളിപ്പോൾ 7 നിറങ്ങളെ ഏകീകരിച്ചാൽ അത് ഏതിൽ നിന്നുണ്ടായാണോ ഉണ്ടായത്, വെള്ളയിൽ നിന്നാണ്. വെള്ളയാണ് 7ആയിട്ട് വിഭജിച്ചത്. അതിനെ ഏകീകരിക്കുക എന്നാൽ വെള്ളയായി മാറുക. അതുപോലെ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. നമ്മൾ ബ്രഹ്മത്തിലേക്ക് മടങ്ങുക. അതായത് ഇനി സൃഷ്ടിയുമില്ല, ഇനി ജനനവുമില്ല, മരണവുമില്ല, ജീവിതവുമില്ല. ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനാണ് താമ്പൂലം എന്ന് പറയുന്നത്. ഇപ്പോൾ താമ്പൂലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുറുക്കാൻ ചവക്കുമ്പോൾ വെറ്റില പച്ച നിറമാണ്, വെള്ള 100 പിന്നെ അടക്കിയെല്ലാം ഉണ്ട്. ഇതെല്ലാം ചവച്ച് കഴിഞ്ഞാൽ അവസാനം എന്ത് കിട്ടും, വേറൊരു നിറം കിട്ടും. അതുപോലെ അവയെല്ലാം ഏകീകരിപ്പിക്കുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് താമ്പൂലം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിനെല്ലാം ഏകീകരിച്ചാൽ അതിൻ്റെ സത്തരൂപത്തിലേക്ക് മാറും. അത്രയേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇതിലൂടെ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണമെന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ദൈവത്തിന് കൊണ്ടുപോയിട്ട് വെറ്റിലി അടക്കി ഇതെല്ലാം കൊണ്ട് കൊടുത്തിട്ട് അതൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. മൂലാധാരം മുതൽ ബ്രഹ്മരന്ധ്രം വരെയുള്ള ഗമനാഗമനങ്ങളാണ് പ്രദക്ഷിണം. പ്രദക്ഷിണം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ കുണ്ടലിനിയുടെ അടിയിൽ നിന്ന് ആ ശക്തിയെ ഉയർത്തിയിട്ട് ബ്രഹ്മരന്ധ്രത്തിലെത്തിക്കുക. നമുക്കറിയാം, വീട്ടിലെ പവർ സപ്ലൈയിൽ നിന്ന് തുടങ്ങി വയറുകൾ വലിച്ചിട്ട് കക്കൂസിൻ്റെ മൂല വരെ വയറെത്തും. അങ്ങനെയാണ് അത് കത്തുന്നത്. ആ വയറ് മുഴുവൻ അതുവരെ ഉണ്ടാകുമ്പോഴാണ് വീട്ടിലുള്ള അടുക്കളയിൽ എല്ലാ മുറികളിലും വെളിച്ചം കിട്ടുകയും ഫ്രിഡ്ജ് വർക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. അതിലൊക്കെയാണ് സിഗ്നൽ സഞ്ചരിക്കുന്നത്. എന്നാൽ ആ വയറ് മുഴുവൻ വലിച്ചിട്ട് ഊരിയെടുത്തിട്ട്, വയറ് മാത്രം ഊരിയെടുത്ത്, ബൾബെല്ലാം അവിടെയുണ്ട്, ഫ്രിഡ്ജും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വയറ് മാത്രം ഊരിയെടുത്തിട്ട് മീറ്ററിൽ കൊണ്ട് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിശ്ചലമായി. അതുപോലെ നമ്മുടെ നാഡീവ്യവസ്ഥ എന്ന നട്ടെല്ലിലൂടെ നാഡികൾ അവസാനമുള്ള ആ മൂലാധാരം വരെ വ്യാപിച്ചിട്ട് അവിടെ നിന്നാണ് നാഡികൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അവസ്ഥ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അതിനാണ് യോഗയിൽ ഒരു പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അടിയിലുള്ള ആ നാഡികളിലേക്ക് പ്രവഹിക്കുന്ന സിഗ്നലുകളെ നമ്മൾ വലിച്ച് അവിടെ എവിടെ നിന്നാണോ
തുടക്കം ഇവിടെ ബ്രഹ്മരന്ധ്രത്തിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവയവങ്ങളൊന്നും തന്നെ, അവയവം എന്ന് പറഞ്ഞാൽ ഹൃദയവും ശ്വാസകോശമെല്ലാം അത് നമ്മളെ കൺട്രോളിലല്ല. നമ്മളെ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ നാഡികളെയും നമ്മൾ തളർത്തിക്കളഞ്ഞു. അതിനാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ചുറ്റലല്ല. അവിടെ നിന്ന് ഉള്ള നാഡികളുടെ വിചാരങ്ങൾ ഉണ്ടാകുന്ന നാഡികളുടെ പ്രവർത്തനങ്ങളെ വലിച്ച് അത് ഒരു യോഗാഭ്യാസത്തിലൂടെ സാധിപ്പിച്ചെടുക്കാം, മനസ്സിനെയെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മളെന്താവും? നിർവികാരനായി മാറും. അതിനാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത്. അവസാനം 4ാമത്തെ അവസ്ഥയിലേക്ക് പ്രാപിക്കുക, ആ ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അതാണ് നമസ്കാരം. ആത്മാവ് പിന്നെ നമ്മൾ ആത്മാവിനെ, ആ ബ്രഹ്മത്തെ മാത്രം ചൈതന്യമായി കാണും. ഈ ശരീരത്തെ എല്ലാം എന്തായി കാണും? ജഡമായി കാണും. അതാണ് ബലി. ബലി നൽകുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തെ അർപ്പിച്ചു കഴിഞ്ഞു, നമ്മൾ കളഞ്ഞു, നമുക്ക് വേണ്ട ഇനി ശരീരം. പിന്നെ എന്തേ ഉള്ളൂ? ആത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ മനസ്സ് ആ ഒരു ബ്രഹ്മത്തിൻ്റെ ലെവലിലേക്ക് പോയി എല്ലാം ശൂന്യമായ അവസ്ഥയിലേക്കായി മാറും മനസ്സ്. പിന്നെ ഈ ശരീരത്തെ പറ്റിയുള്ള ഒരു ചിന്തയുമില്ല. കർത്തവ്യം, അകർത്തവ്യം, ഔദാസീന്യം, നിത്യതാത്മകം, വിലാപനം എന്നിവ, യജ്ഞഹോമം എല്ലാം നമ്മുടെ യജ്ഞം എന്നത് എല്ലാം അതിൽ അർപ്പിച്ചു കഴിഞ്ഞു, ബ്രഹ്മത്തിൽ കൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് എപ്പോഴും ആത്മാവിൽ നമ്മൾ ലയിച്ചുകൊണ്ടിരിക്കുക. ബ്രഹ്മത്തിൽ നമ്മൾ നിത്യാത്മകത്വത്തിലേക്ക് വിലയം പ്രാപിക്കുന്നു. നമ്മൾ ആ ബ്രഹ്മത്തിൽ പോയി വിലയം പ്രാപിക്കുന്നു. പിന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. നമ്മൾ ജോലി കഴിഞ്ഞാൽ അവസാനം ശരി ഞാൻ ചെയ്യേണ്ട ജോലിയെല്ലാം തീർത്തിട്ട് ഞാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ പോകാനൊന്നുമില്ല, ബ്രഹ്മത്തിലേക്കാണ്. എല്ലാം അങ്ങിലേക്ക് അർപ്പിക്കുന്നു. പിന്നെ ഒരു കർമ്മവും നമുക്ക് ശേഷിച്ചിട്ടില്ല. അതാണ് യജ്ഞഹോമം. എല്ലാ യജ്ഞങ്ങളും ഹോമിച്ചു. പരബ്രഹ്മപാദത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ ധ്യാനം. പിന്നെയുള്ള അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ബ്രഹ്മത്തിൽ മുഴുകിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസാനം മനസ്സ് ആ ബ്രഹ്മത്തിൽ മാത്രം അങ്ങനെ ഒരുമാതിരി ശൂന്യമായ അവസ്ഥയിൽ മനസ്സങ്ങനെ കിടക്കും. അതാണ് ധ്യാനിക്കുന്ന അവസ്ഥ. പൂജാവിധിയുടെ ഭാഗമാണ് ഇവിടെയെല്ലാം പറഞ്ഞത്. ഭൗതിക ലോകത്തിലുള്ള പൂജാവിധിയുടെ ധർമ്മങ്ങളാണ് ധൂമം, ദീപം, നൈവേദ്യം, ഈ പറഞ്ഞ ലാർഘ്യം, പാദ്യം എന്നിവ. അവയുടെ സ്ഥാനത്ത് മുകളിൽ പറയുന്ന വിധം സങ്കല്പിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതാണ് സാധന. അപ്പം ഭൗതിക ലോകത്തിൽ ഈ പൂജ എന്നെല്ലാം പറയുന്നത്, ധൂമം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ ഇന്ന കർമ്മം ചെയ്യാനാണ് ജനിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ സൃഷ്ടിച്ചത് ആ ബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയാണ്, അതിൽ പങ്കെടുത്ത് നമ്മുടെ കർമ്മം തീർക്കാനാണ്. ആ ഒരു സത്യം മനസ്സിൽ ഉറച്ചുകൊണ്ട് ഒരു സംശയവുമില്ലാതെ ശരീരത്തെ ദീപം പോലെ, ഒരു കാറ്റിലും ഇളകാതെ ദീപം പോലെ ശരീരത്തെ നമ്മളെ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് നൈവേദ്യം, നേരത്തെ പറഞ്ഞു, നമ്മളെ എല്ലാ കർമ്മങ്ങളെയും ആ ശക്തിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇതെല്ലാമാണ് പൂജയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്ന, ആ ശക്തിക്കായിട്ട് പ്രവർത്തിക്കുക. അതാണ് ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതെല്ലാം ഇപ്പം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ബ്രഹ്മത്തിൽ ലയിപ്പിച്ചുകൊണ്ട് നമ്മളെ തന്നെ അങ്ങോട്ടേക്ക് അർപ്പിക്കുക. പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ല. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പം ഭൗതിക ലോകത്തിൽ എല്ലാം ആ ശക്തിക്കായിട്ട്, അതാണ് കൃഷ്ണ അർജുനനോട് പറഞ്ഞത്, നീ നിന്റെ ധർമ്മം ചെയ്ത് തീർക്കുക. അല്ലാതെ കൃഷ്ണനെ അവിടെ എത്തിയിട്ട് എന്നാ കൃഷ്ണ ഞാൻ നിന്നെ പൂജിച്ചുകൊണ്ടിരിക്കാം, ഇതാ ഇരിക്കൂ, ഒരു ബിംബമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അർജുനൻ ഇങ്ങനെ പഴവും നിവേദ്യം എല്ലാം നടത്തിക്കൊണ്ടിരിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞത്. നിന്നെ അതിനൊന്ന് നീ പോയിട്ട് നിന്നെ ഏൽപ്പിച്ച ഒരു ജോലി ഉണ്ടായി ചെയ്യും. അതാണ്
ഭൗതിക ലോകത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. കൃഷ്ണന് അല്ലെങ്കിൽ ശക്തിക്ക് നമ്മുടെ ഒരു ചുക്കും വേണ്ട. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അത് പിന്നെ വേറെ വല്ലവർക്കും ആവശ്യമുണ്ടോ അത് എനിക്കറിയില്ല. പക്ഷേ ആ ശക്തി കാരണം എല്ലാം സൃഷ്ടിച്ച നമ്മളെ അടക്കം സൃഷ്ടിച്ച ആ ശക്തി പിന്നെ നമ്മൾ കൊടുക്കുന്നതിന് നോക്കിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പറ്റി. അല്ലാതെ ദൈവത്തെ നമ്മളെപ്പോലെ കണ്ട് രാവിലെ എണീച്ച് കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണം കൊണ്ട് തരുന്നവർ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈശ്വരനെ കാണാം. നമ്മളെപ്പോലെ കാണുക എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ശക്തി വിശേഷത്തെ നമ്മളെ സമാനമായിട്ട് കാണുകയുള്ളൂ. അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അത് ഉറങ്ങുക എന്ന് പറയുന്നത് തന്നെ ചിന്തിച്ചു നോക്കൂ. അത് ഉറങ്ങിയാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന കാലത്ത് ഉണർന്നിരിക്കും. എന്നിട്ട് എല്ലാം പൊളിച്ചിട്ട് ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ഈ പ്രപഞ്ചം പോലും ഇല്ല, നിശ്ചലമായി എല്ലാം ഇല്ലാതെയായപ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ ആദ്യം എണീച്ചിട്ടാണ് ആദ്യം സൃഷ്ടി നടത്തുന്ന. പ്രളയം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ട് ലയിപ്പിക്കും, പിന്നെയും കിടന്നുറങ്ങും. അത് ബ്രഹ്മാവ്. അതിന് മുകളിലുള്ളതാണ് ആ ബ്രഹ്മം. അത് എപ്പോഴും അവിടെയുണ്ട്. അതാണ് ശാശ്വതമായ ഒരിക്കലും നശിക്കുക. അത് കിടന്നുറങ്ങുന്ന പരിപാടിയായിട്ടൊന്നും ഇല്ല. അപ്പം ഈശ്വരൻ ഉറങ്ങും, എന്നിട്ട് നമ്മൾ കൊടുക്കുന്നതെല്ലാം കഴിക്കും എന്നെല്ലാം ചിന്തിക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് വേണ്ടിയിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏത് നിലയിലാണ് ഈശ്വരനെ കാണുന്നത്? അത് പോകട്ടെ. എന്നിട്ട് അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ വരുമ്പം എല്ലാം മതിയാക്കിയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുക. ഇതിനാണ് സാധന എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം ത്യജിച്ചിട്ട് ബ്രഹ്മമേ ശരണ ശരീരത്തെ പോയി ത്യജിപ്പിച്ച് ത്യജിക്കാൻ വേണ്ടിയിട്ട് യോഗയിലൂടെ ഈ നാഡികളെയെല്ലാം ഉയർത്തി ബ്രഹ്മരന്ധ്രത്തിൽ കൊണ്ടായാൽ നമ്മളെ നാഡികളെല്ലാം തളർന്ന് പിന്നെ നമുക്ക് വിചാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരവയവുമില്ല. ഹൃദയവും ശ്വാസവും എല്ലാം ആന്തരികമായുള്ള കാര്യങ്ങൾ നമ്മളെ കൺട്രോളിലല്ലാത്തതെല്ലാം പ്രവർത്തിക്കും. പിന്നെ എന്ത് പറ്റും? ബ്രഹ്മസാക്ഷാത്കാരം നേടും. അങ്ങനെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ചുരുണ്ടുകൂടും. പിന്നെയോ ഇപ്രകാരം ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണ് ശിവയോഗി. ആ ഭാവനയിലൂടെ അവൻ ജീവൻ മുക്തനാകുന്നു. അതോടുകൂടി ജീവിതത്തിൽ നിന്ന് മുക്തി നേടിക്കഴിഞ്ഞു. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ അതിൽ പോയി മനസ്സ് അതായി മാറിക്കഴിഞ്ഞു. ബ്രഹ്മം, അതായത് രൂപവും ഭാവവും ഒന്നും ഇല്ലാതെ, ഒരു വിചാരങ്ങളില്ലാതെ ഒരു ശൂന്യമായ ഒരവസ്ഥയിലേക്ക് മനസ്സ് പോകും. മനസ്സ് ശൂന്യമായി. പക്ഷേ ശരീരത്തിൽ ഹൃദയമെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രമത്തിൽ അതെന്താവും? ദ്രവിച്ച് ഇല്ലാതെ ആകും. അങ്ങനെയാണ് ജീവൻ മുക്തനാകുന്നത്. ഒരാൾ വിരക്തി വന്നിട്ട് സന്യാസത്തിലേക്ക് തിരിയുമ്പോൾ മുതൽ അതായിരിക്കും അവസ്ഥ. അവർ പിന്നെ ജനങ്ങളിൽ നിന്നൊന്നും ബന്ധപ്പെടാനൊന്നും പോവില്ല. ബന്ധുക്കളെ പോലും ത്യജിച്ചിട്ടാണ് പോകുന്നത്. ആരെയും കാണുന്ന കാര്യങ്ങളൊന്നുമില്ല. അവൻ്റെ മനസ്സിൽ ആ ബ്രഹ്മത്തെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ. പിന്നെ അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ കാറ്റപ്പുറത്ത് പോകുന്ന വരി പോകും. അവസാനം ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ശരീരം ഒരിടത്ത് പതിക്കുമെന്നാണ് പറഞ്ഞത്. ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവൻ്റെ മനസ്സ് കാമായ അവസ്ഥയിൽ, ഒന്നുമില്ലാതെ ശൂന്യമായ ഒരവസ്ഥയിലേക്ക് അങ്ങനെ കിടക്കും. ശരീരം ദ്രവിച്ച് പോകും ശിവയോഗിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ അവരെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയത് എവിടെയെങ്കിലും ഇങ്ങനെ ആ അവസ്ഥയിൽ കാണാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ വളരെ വിരളമാണ്. കാരണം എല്ലാവർക്കും ഈ ജീവിതത്തിൽ കുറേ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അവരെല്ലാം ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ആ ശക്തിക്ക് ഇനി ഇവനെ കൊണ്ട് ഒരു ജന്മത്തിലും ജോലി ചെയ്യിപ്പിക്കാനില്ല എന്ന അവസ്ഥ വരുന്നവന് മാത്രമേ വിരക്തി വരൂ. അത് അപൂർവം ചിലർക്ക് മാത്രം. അവരാണ് സന്യാസത്തിലൂടെ പോയിട്ട് ശിവയോഗി ആകേണ്ടത്. എന്നിട്ട് ഭദ്രം കർണേബി എന്ന ശാന്തമന്ത്രത്താൽ ഉപനിഷത്ത് അവസാനിക്കുകയാണ്.